17,000 കോടി രൂപ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ 2025 ഔദ്യോഗിക ഡേറ്റ പ്രകാരം ഇന്ത്യക്കാർക്ക് വ്യാജ സാമ്പത്തിക പ്ലാറ്റ്ഫോമുകളിലൂടെയും ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെയും നഷ്ടപ്പെട്ട ആകെ തുകയാണിത്. ഇതൊരു ചെറിയ സംഖ്യയല്ല. നിങ്ങളുടെയും എന്റെയും പോക്കറ്റിൽ നിന്ന് രാത്രിയും പകലും അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു കെണിയിൽ വീഴുന്നത് സാമ്പത്തിക വിവരമില്ലാത്തവരോ പെട്ടെന്ന് ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നവരോ ആണ് എന്നാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. വലിയ IT കമ്പനികളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, വൻകിട ചെറുകിട ബിസിനസ് നടത്തുന്നവർ, വീട്ടുവാടകയും ബാങ്ക് വായ്പയുടെയും EMI അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാർ പോലും ഇതിൽ പെട്ടുപോകുന്നുണ്ട്. തട്ടിപ്പുകാർ ഇപ്പോൾ പണ്ടത്തെ പോലെ പഴയ സന്ദേശങ്ങളോ വാഗ്ദാന കത്തുകളോ അല്ല ഉപയോഗിക്കുന്നത്. കൃത്രിമ ബുദ്ധി അഥവാ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രമുഖ വ്യവസായികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നു. അവരുടെ ശബ്ദം കൃത്യമായി അനുകരിക്കുന്നു. കാഴ്ചയിൽ ഔദ്യോഗിക സ്ഥാപനങ്ങളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആപ്പുകളും വെബ്സൈറ്റുകളും നിർമ്മിക്കുന്നു. ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തട്ടിപ്പുകാരനാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു വഴിയുണ്ട്. 5 പ്രധാന മുന്നറിയിപ്പ് സൂചനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഉറപ്പുള്ള ഉയർന്ന വരുമാനം അല്ലെങ്കിൽ സീറോ റിസ്ക് എന്ന വാഗ്ദാനം. ഒരു കാര്യത്തിൽ നമുക്ക് വലിയ വ്യക്തത വേണം. സാമ്പത്തിക വിപണിയിൽ യാതൊരു റിസ്ക്കും ഇല്ലാതെ മാസം തോറും വലിയ തുക ലാഭം നൽകാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് എത്രയും വേഗത്തിൽ മാറുക. കാരണം വിപണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. RBIയുടെയും സെബിയുടെയും സർക്കുലറുകൾ പ്രകാരം ഏതൊരു രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക സ്ഥാപനത്തിനും ഉറപ്പുള്ള ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യാൻ നിയമപരമായി അനുമതിയില്ല. ബാങ്ക് FD നൽകുന്ന പലിശ നിരക്കിനേക്കാൾ പല മടങ്ങ് വരുമാനം വിപണി താഴേക്ക് പോകുമ്പോഴും നൽകാമെന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് ആകർഷണം തോന്നാത്തത്? എന്നാൽ തട്ടിപ്പുകാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം അയക്കുന്ന ഒരു ചെറിയ തുകയ്ക്ക് അവരുടെ വ്യാജ ആപ്പിലെ സ്ക്രീനിൽ നിങ്ങളുടെ പണം ഇരട്ടിയാകുന്നത് കാണിച്ചു തരും. കണ്ടോ, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം വളർത്താൻ അവർ കാണിക്കുന്ന ഒരു മാനസിക നാടകമാണിതെന്ന് പറയാം. ഈ സാങ്കേതിക വിദ്യയെ രാജ്യാന്തര തലത്തിൽ പിഗ് ബിച്ചറിംഗ് എന്നാണ് വിളിക്കാറുള്ളത്. അതായത് ഇരയെ വിശ്വസിപ്പിച്ച് കൂടുതൽ പണം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രം. സ്ക്രീനിൽ കാണുന്ന ഉയർന്ന വരുമാനം കണ്ട് ആവേശഭരിതനായി നിങ്ങൾ കൂടുതൽ പണം അതിലേക്ക് അയക്കും. എന്നാൽ പിന്നീട് വലിയ തുക കൈമാറുമ്പോൾ പെട്ടെന്ന് ആപ്പ് പ്രവർത്തനം നിർത്തും. സാമ്പത്തിക വിപണിയിൽ യാതൊരു റിസ്ക്കും ഇല്ലാതെ ഇത്രയും ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അവർ എന്തിനാണ് നിങ്ങളെ തേടി വരുന്നത്? രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് ഒരാൾ ഫോണിൽ വിളിച്ച് ഈ നിക്ഷേപ അവസരം അടുത്ത അരമണിക്കൂറിനുള്ളിൽ അവസാനിക്കും എന്ന് പറയുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ ഇത് വളരെ അപൂർവമായൊരു VIP പദ്ധതിയാണ്, കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ പറയരുത് എന്ന് ആവശ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. എന്തിനാണ് ഈ തിടുക്കം? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാൻ സമയം കിട്ടിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ രജിസ്റ്റർ ചെയ്ത ഒരു അഡ്വൈസറോടോ സംസാരിച്ചാൽ ഈ കള്ളത്തരം ഉടൻ പൊളിയും. അതുകൊണ്ടാണ് അവർ നിങ്ങളെ വൈകാരികമായി സമ്മർദ്ദത്തിലാക്കുന്നത്, തീരുമാനങ്ങൾ പെട്ടെന്ന് എടുപ്പിക്കുന്നത്, നിങ്ങളെ ഒരു മുറിക്കുള്ളിൽ അടച്ചു പൂട്ടിയ പോലെ ഭയപ്പെടുത്തുന്നു. അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും. ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങളെ ഒരിക്കലും ധൃതി പിടിപ്പിക്കില്ല. അവർ നിങ്ങൾക്ക് രേഖകൾ വായിക്കാനും കുടുംബവുമായി ആലോചിക്കാനും കൃത്യമായി സമയം തരും. നിങ്ങളെ പേടിപ്പിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമതായി, നിങ്ങളോട് അവർ ബന്ധപ്പെടുന്ന രീതിയും പണം കൈമാറാൻ ആവശ്യപ്പെടുന്ന വഴികളും ശ്രദ്ധിക്കണം. വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി സന്ദേശങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും അപരിചിതരായ ആളുകൾ നിങ്ങളെ പ്രീമിയം ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കും. അവിടെയുള്ള മറ്റംഗങ്ങൾ തങ്ങൾക്ക് വലിയ തുക വരുമാനം കിട്ടിയെന്ന് പറഞ്ഞ് വ്യാജ സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കും. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തുന്ന ആസൂത്രിത പ്രവർത്തനങ്ങളാണ്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർ പല തന്ത്രങ്ങളും മെനയും. പണം സമ്പാദിച്ച അനുഭവങ്ങൾ പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് അയക്കും. തുടർന്ന് നിങ്ങളോട് പണം അയക്കാൻ പറയുമ്പോൾ അവർ നൽകുന്നത് ഒരു വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ക്രിപ്റ്റോ വാലറ്റ് വിലാസമോ ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. രാജ്യത്തെ ഒരു ഔദ്യോഗിക ബ്രോക്കറും വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടില്ല. സാമ്പത്തിക വിപണിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ കോർപ്പറേറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാകും. വ്യക്തിഗത അക്കൗണ്ട് വഴിയോ UPI വഴിയോ ക്രിപ്റ്റോ വഴിയോ പണം അയക്കാൻ ആവശ്യപ്പെട്ടാൽ അതൊരു വലിയ അപകട സൂചനയാണ്. നാലാമത്തെ കാര്യം, വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകളും ക്ലോൺ ചെയ്ത വെബ്സൈറ്റുകളുമാണ്. വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി നൽകിയ ഫെബ്രുവരി 2026 ഔദ്യോഗിക ബോധവൽക്കരണ അറിയിപ്പ് പ്രകാരം വലിയ അംഗീകൃത കമ്പനികളുടെ പേരും വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകളും ഉപയോഗിച്ച് നിരവധി തട്ടിപ്പ് പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ അതേപടി പകർത്തി പുതിയ ലിങ്കുകൾ ഉണ്ടാക്കും.
അക്ഷരങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വ്യാജ വെബ്സൈറ്റ് വിലാസങ്ങൾ ഉണ്ടാക്കും. കാണുമ്പോൾ എല്ലാം ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതിലും ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ അത്രയൊന്നുമില്ല. അവർ നൽകുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ സെബിയുടെ ഔദ്യോഗിക പോർട്ടലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളെ തേടി വരുന്ന അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ നേരിട്ട് ഗൂഗിളിൽ തിരഞ്ഞ് ഔദ്യോഗിക അഡ്രസ്സിൽ പോയി വേണം വിവരങ്ങൾ മനസ്സിലാക്കാൻ. ബ്രോക്കർ ചെക്ക് അല്ലെങ്കിൽ സെബി ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ പരിശോധിക്കാം. വാട്സാപ്പിൽ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് അതിലെ വെബ്സൈറ്റ് വിലാസം കൃത്യമാണോ എന്ന് നോക്കാൻ സമയം കണ്ടെത്തണം. അഡ്വൈസറുമായി ചർച്ച ചെയ്യുക എന്നതും പ്രധാനമാണ്. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിഷയം നിങ്ങളുടെ പണം തിരികെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യ തടസ്സങ്ങളാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ വലിയ തുക വളരുന്നതായി സ്ക്രീനിൽ കാണാം. എന്നാൽ ആ പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ ചില തടസ്സങ്ങൾ ഉന്നയിക്കും. നിങ്ങളുടെ അക്കൗണ്ട് താൽക്കാലികമായി ബ്ലോക്ക് ആയിരിക്കുന്നു, പണം പിൻവലിക്കണമെങ്കിൽ 50,000 രൂപ നികുതി അടയ്ക്കണം, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് കൈമാറണം എന്നൊക്കെ അവർ ആവശ്യപ്പെടാം. ഇതൊരു ട്വിസ്റ്റാണ്. യഥാർത്ഥ ബ്രോക്കറേജുകൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള തുകയിൽ നിന്നാണ് സർവീസ് ഫീസുകളും കമ്മീഷനും ഈടാക്കുന്നത്. അല്ലാതെ തുക പിൻവലിക്കാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പുതിയ പണം ബാങ്ക് വഴി ഒരിക്കലും അയക്കാൻ ആവശ്യപ്പെടാറില്ല. കൂടുതൽ പണം നൽകിയാൽ മാത്രമേ ഉള്ള പണം തിരികെ തരൂ എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ അവസാന ഘട്ടമാണ്. അവിടെ വെച്ച് കൂടുതൽ പണം അയച്ചാൽ ആ പണം കൂടി നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും. ഒന്ന് ലളിതമായി നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം സുരക്ഷിതമാക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാഥമിക ലക്ഷ്യം. എങ്കിലും തട്ടിപ്പുകാരുടെ പക്കൽ അബദ്ധത്തിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം എന്നതും നമ്മൾ ആലോചിക്കണം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഭയന്ന് കൂടുതൽ പണം അവർക്ക് അയച്ചു കൊടുക്കരുതെന്നാണ്. അവർ പറയുന്ന വാഗ്ദാനങ്ങളിൽ വീണ്ടും വീഴരുത്. അടുത്തതായി എല്ലാ സന്ദേശങ്ങളുടെയും ബാങ്ക് ഇടപാടുകളുടെയും സ്ക്രീൻഷോട്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പുകാർ മാറ്റിയ തുക മരവിപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. കൂടാതെ ദേശീയ സൈബർ ക്രൈം പോർട്ടൽ വഴിയും പരാതി നൽകാവുന്നതാണ്. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് കൃത്യമായി നമുക്ക് പ്ലാൻ ഉണ്ടാകണം. മാസശമ്പളത്തിൽ നിന്നും ചെറുകിട ബിസിനസ്സിൽ നിന്നും നമ്മൾ കഷ്ടപ്പെട്ട് മാറ്റിവെക്കുന്ന സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നത് ഒരു പുതിയ നിക്ഷേപം നടത്തുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും ധൃതി കൂട്ടാതിരിക്കുക. ഒരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട നല്ല ഓപ്ഷനുകൾ കൃത്യമായി പഠിക്കുക. ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവരുടെ സെബി രജിസ്ട്രേഷൻ വിവരങ്ങൾ ബ്രോക്കർ ചെക്ക് അല്ലെങ്കിൽ സെബി സ്കോട്ട് പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി സ്വയം പരിശോധിക്കുക. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സെബി രജിസ്റ്റർ ചെയ്ത ഒരു അഡ്വൈസറുമായി ചർച്ച ചെയ്യുക. നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് സാമ്പത്തിക വളർച്ചയുടെ ആദ്യപടി. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.